ഹലോ, വെൽക്കം ബാക്ക് ടു Seas Mallu. ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോളാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവിടെ ഒക്ടോബറാണ്. ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ്. ഈ ലാസ്റ്റ് വീക്കിൽ ധാരാളം ട്രീയുടെ ലീവ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രീ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് ഓരോ ലീവ്സായിട്ട് താഴോട്ട് വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെയായിരിക്കും. ഇതെല്ലാം ക്ലീൻ ഔട്ട് ചെയ്യണം. ക്ലീൻ ഔട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ എസ്പെഷ്യലി ഈ യാർഡുള്ളവർക്കെല്ലാം ഇത് തന്നെയായിരിക്കും വലിയൊരു പണിയാണ്. അപ്പോൾ ഈ ഒരു പണിയിൽ മിക്കവാറും ആൾക്കാർ പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്യിക്കും. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. ചിലപ്പോൾ ഈ ഡസ്റ്റ് അലർജിയൊക്കെ വരുന്നതുകൊണ്ട് മിക്കവാറും ആൾക്കാർ പുറത്ത് ആൾക്കാരെ കൊണ്ട് ഇത് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താൽ തീരത്തില്ല, പല പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഒരു 4-5 പ്രാവശ്യമെങ്കിലും ചെയ്താലേ ഉള്ളൂ മൊത്തം ഈ ട്രീസ് എല്ലാം ലീവ്സ് എല്ലാം എം ടി ആയി കഴിഞ്ഞാൽ പിന്നെ വെറും ബ്രാഞ്ചസേ കാണുള്ളൂ. ആ സമയത്താണ് ഇത് ഫുള്ളി ക്ലീൻഡ് ആകുന്നത്. അപ്പം എനിവേ, കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ ക്ലീൻ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ കാണിക്കാം. അതാണ് ഇവിടുത്തെ ഫോൾ ലീവ്സ് ക്ലീനിങ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇതുപോലെ ഇലകൾ വളരെയധികം പഴുത്ത് പതുക്കെ അത് വീഴുകയുള്ളൂ. കാറ്റ് വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ട്രീയുടെ കളർ കണ്ടോ, പച്ചയായിരുന്നു. തൊട്ടടുത്തിരിക്കുന്നത് പച്ചയായിരുന്നു. ഇപ്പോൾ ഈ കളർ മാറിയ രീതി കണ്ടോ, നമ്മുടെ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ കാണാം. അതിലൂടെ ഒന്നുകൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രീസിൻ്റെ ലീവ്സ് എല്ലാം താഴെ ഇതുപോലെ ഫോൾ ഡൗൺ ചെയ്യും. അപ്പോൾ ആ ഫോൾ ഡൗൺ എല്ലാം നമ്മൾ ക്ലീൻ ഔട്ട് ചെയ്യണം. മിക്കവാറും പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കുന്നത്. ഇത് ഞാനൊരു സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതെല്ലായിടത്തും, ഓൾ ഓവർ അമേരിക്ക ഫോൾ ഉള്ളിടത്തെല്ലാം ഈ ന്യൂ ഇംഗ്ലണ്ട് വെതർ ആണെങ്കിൽ ഇതെല്ലാം താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെറും ബ്രാഞ്ചസ്. വിൽ ടേക്ക് അനദർ വീഡിയോ ഫോർ ദ ബ്രാഞ്ചസ് ലേറ്റർ. താങ്ക് യു. ഇതാണ് ഇതിൻ്റെ റിയൽ ഇലകൾ. ചില മേപ്പിൾസ് പോലെ ഇരിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി സ്കൂളിലൊക്കെ ഓരോ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കാണാം. എത്രയോ ഇലകളുണ്ട്. ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് സേവ് ചെയ്യാൻ പറ്റത്തില്ല. വല്ല കമ്പോസ്റ്റൊക്കെ ആക്കുകയോ ചെയ്യാം. ഇതുണ്ടോ, ഇത് വിൻ്ററിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുഷാണ്. പച്ച കളറിൽ നിന്ന് മഞ്ഞ കളറായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ട്രീസ് മാത്രമല്ല, ബുഷും ഇങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങളെ കാണിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ലീവ്സ് റേക്ക് ചെയ്യുന്നതും അതുപോലെ ബ്ലോ ഔട്ട് ചെയ്യുന്നതും. അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിളാണ്. ഞാനിപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് പുറകെ വരുന്നുണ്ട് വീഡിയോ. ഓക്കെ, എന്നാൽ ഇവിടെ ഇങ്ങനെ റേക്ക് ചെയ്ത് സാറിന് അതിക്ക് കുറച്ച് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. എല്ലാമൊന്നും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ബ്ലോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ റേക്ക് ചെയ്ത് വെച്ച് അങ്ങ് ബ്ലോ ചെയ്ത് കളയണം. അപ്പോൾ ബേസിക്കലി നമ്മളിങ്ങനെ ഈ ലീവ്സ് ഇങ്ങനെ വീണോണ്ടിരിക്കും. ഇപ്പോഴും ഉണ്ട്, കുറേ ലീവ്സ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഈ യാർഡ് മൊത്തം ഉണ്ട്. ഞാൻ കുറച്ച് ബ്ലോ ഇങ്ങോട്ട് അടുത്തേക്ക് ഇങ്ങനെ ബ്ലോ ചെയ്തിട്ട് ഞാൻ കാണാമോ, ഇവിടെ കുറച്ചൊന്ന് ഒതുക്കിക്കൊണ്ട് നമ്മൾ ബ്ലോ ചെയ്യുക. അപ്പോൾ ബ്ലോ ചെയ്യുന്ന കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ബ്ലോ ചെയ്യുന്ന ഇങ്ങനെ റേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ടഫ് ജോബാണ്. പക്ഷേ ഈ ഇല എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാം. പക്ഷേ എത്രമാത്രം കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഒരുപാടില്ലേ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് തേക്കുന്നു.
ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ബാക്കിയൊന്ന് ബ്ലോ ചെയ്ത് കാണിക്കാം. അപ്പം മുഴുവൻ കാണിക്കാൻ സാധിക്കില്ലെങ്കിലും ഇത് എങ്ങനെയാണ് ഇത് ചെയ്തെന്നുള്ളൂ. ഒരു മിനിറ്റ് ഞാൻ ഇത് ബ്ലോർ എടുത്തുണ്ട്. ഓക്കെ, ഞാൻ ബ്ലോർ ഇട്ടുകൊണ്ട് അടിക്കാൻ പോവാണ്. ഒരു സെക്കൻഡ് അടിച്ച് കാണിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് ഈ ലീവ്സ് ക്ലീനിങ് എങ്ങനെയാണ് ഇപ്പം ഇത് മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാ ലീവ്സും എല്ലാ സ്ഥലങ്ങളിലും വീണ് കിടക്കും. അപ്പം നമ്മളിത് ഈ ഒരു പച്ചച്ചെടി ഇതുണ്ട്, ഇത് മൊത്തം താഴെപ്പോയ കുറേ ദിവസങ്ങൾ പിടിക്കും ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ സ്വന്തമായിട്ട് ഡെയിലി ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. അത് വൺസ് ഇൻ എ വീക്ക് ഇഫ് യു ഗീവ് എ കോൺട്രാക്ട് ടു സമ്മൺ, so they will come over here. They were the landscapers. And ഈ ട്രീ കണ്ടോ, ഇത് എത്ര സ്നോ വന്നാലും പോകത്തില്ല, എവർ ഗ്രീൻ ആണ്. ഇത് പൊഴിയുന്ന പ്രശ്നമില്ല. ഇതൊരു വളരെ നല്ലൊരു ട്രീ ആണ്. 365 days ഗ്രീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോയി എങ്ങനെയാണ് പ്രൊഫഷണൽസ് ക്ലീൻ ചെയ്യുന്നത് അത് കാണാം. ഈ ക്ലീനിങ് ഒരു ഗ്യാങ്ങായിട്ടാണ് അവർ വർക്കേഴ്സ് വരുന്നത്. അവരിൽ ഒരുപാട് ബ്ലോവേഴ്സ് കാണും, അതുപോലെ റോഡ് ക്ലീനിങ് ബ്ലോവേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് ഒരു സൈഡിലങ്ങ് കൂട്ടും. അത് ഒരു ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം പൊടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡസ്റ്റ് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അവർ പ്രൊഫഷണൽസ് ആകുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ഉണ്ട് അവർക്ക്. ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാം. ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കൂട്ടും. എന്നിട്ടത് വണ്ടിയിൽ കയറ്റുക എന്ന് പറഞ്ഞത് അത് ഒരു സക്ക് ചെയ്താണ് വണ്ടിയിൽ, അത് ഗ്രൈൻഡ് ചെയ്താണ് കയറ്റുന്നത്. അല്ലെങ്കിൽ വണ്ടിക്കകത്ത് നിൽക്കത്തില്ലല്ലോ, വലിയ ട്രക്കിൻ്റെ അത് നിൽക്കത്തില്ല. അത് അടുത്ത സെഗ്മെൻറ്റിലോട്ട് വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ സാറിന് ഇതൊക്കെ ലീഫ് ക്ലീനിങ് ഒരു ഒക്ടോബർ നവംബറിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ ചെയ്യും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അത് ചെയ്താൽ ഇത് കൊണ്ട് നമുക്ക് സേവ് ചെയ്താനോ അല്ലെങ്കിൽ വല്ല കുഴിയൊക്കെ എടുത്ത് അതിൻ്റെ അകത്തിട്ട് കമ്പോസ്റ്റ് ആക്കാൻ പറ്റും. പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ അടിപൊളി പരിപാടിയായിരിക്കും. അപ്പോൾ അതിന് മഴയ്ക്ക് മുമ്പേയും തണുപ്പിന് മുമ്പേയും നമുക്ക് ചെയ്യണം. അത് പുറത്തുനിന്ന് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് നമുക്കത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അതെടുത്ത് വീഴാൻ കിടക്കുക. എത്ര ക്ലീൻ ചെയ്താലും
വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം അതാണ് ഇന്നത്തെ കാഴ്ചകൾ. എങ്ങനെയാണ് ഈ ഫോളിൽ ലീഫ് ക്ലീനിങ് ഇവിടെ അമേരിക്കയിൽ നടത്തുന്നത്. നാട്ടിലുള്ളവർക്ക് വളരെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവിടെയുള്ളവർക്ക് ഇതെല്ലാം കുഞ്ഞിലിടാൻ അവർക്ക് ആർക്കും ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇതെല്ലാം ഒരു കോമൺ പ്രോസസ്സാണ് എല്ലാ ഇയറിലും. അപ്പോൾ കണ്ടിന്യൂ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടുത്തെ ഫോൾ ലീഫ് ക്ലീനിങ് എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് അത്ര ക്ലീൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കതിനുള്ള കഴിവൊന്നുമില്ല. കാരണം ഒരു 3-4 പേര് വേണം അത് ബ്ലോ ചെയ്ത്, എസ്പെഷ്യലി ഇത് അവർ പാർക്കിംഗ് ലോട്ട് അല്ലെങ്കിൽ ആടൊക്കെ ക്ലീൻ ആവും. അപ്പം അതിൻ്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വല്ല ആണിയോ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ബ്ലോ ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ മിക്കവാറും നമുക്ക് ഫ്ലാറ്റ് ടയറായി പോകും. ചിലപ്പോൾ ആണിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി, അതൊന്ന് കയറി അന്നേരം അതിൻ്റെ എയർ പോകും. അപ്പോൾ അതിനും കൂടി ഒരു ബെനിഫിറ്റാണ് ഇയർലി ഒരു ക്ലീൻ ചെയ്യുമ്പോൾ. അത് ക്ലീനായിട്ട് ഒരു പൊടികൾ ഉണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള മെറ്റൽസും എല്ലാം പറന്നു പോകും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ റോഡ് ക്ലീനിങ് ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, ദിസ് ഈസ് വാട്ട് ഫോൾ ക്ലീനിങ്. And thanks for watching my channel. And അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. താങ്ക് യു. Thank you so much for watching my channel.